അയ്യോ എൻ്റെ കുട്ടി അനുഭവിച്ച് വയ്യ മക്കളെ. രണ്ടുപേരെ ഭാഗത്തും കുറ്റമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അച്ഛൻ ജീവിച്ചിരിക്കുക, അമ്മ മരിക്കുകയാണെങ്കിൽ നമുക്ക് അച്ഛനെ കുറ്റം പറയാം. ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. കാണുന്ന സ്ഥലത്തിൽ ഇങ്ങനെ ചറുപറ കുത്തിയിട്ട് എന്നെ കുത്താൻ വന്നു. കളവനെ കണ്ടാലും അത് അവളെ കാമുകൻ. 3 മക്കള് അവൻ്റെതാണ്, ഇത് കണ്ടവൻ്റെയാണ്. രേണുക എന്ന ഏതാണ്ട് 39 വയസ്സുള്ള പെൺകുട്ടിയെ ഈ വീടിനുള്ളിലിട്ട് ഭർത്താവ് സാനു കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ സാനു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ കൊല ശരിക്കും നോക്കി നിസ്സഹായോടെ നിൽക്കേണ്ടി വന്ന ഒരു അമ്മയാണ് എൻ്റെ തൊട്ടടുത്ത്. ഈ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ആ മരുമകൻ സ്വന്തം മകളെ ക്രൂരമായി കത്രികയ്ക്ക് കുത്തി കൊലപ്പെടുത്തിയത്. ഒരുപക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ രേണുക മരിച്ചിരുന്നില്ല. അതിനുശേഷമാണ് മരണം സംഭവിക്കുന്നതൊക്കെ. ശരിക്കും അമ്മ കാണുകയായിരുന്നു ഈ മകൻ അമ്മയുടെ മുന്നിൽ ചേർന്ന് കുത്തി. എന്തു പറഞ്ഞാണ് അവൻ കുത്തിയത്? നീ ഒരുത്തൻ്റെ കൂടെ ഇനി നീ പോവില്ലാടി, നിന്നെയും കൊന്നിട്ട് ഞാനും മരിക്കുമെന്നൂടെ എന്നോട് പറഞ്ഞു. എപ്പോഴും വന്നാലും അങ്ങനെ തന്നെ പറയണത്. അപ്പോൾ പറഞ്ഞ് ഒരു കുറ്റവും ചെയ്തില്ലല്ല അണ്ണ, എന്തിനെ എന്നെ കൊല്ലണം, എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞാലും നിന്നെ കൊന്നിട്ട് എന്നെ ഞാൻ പോകൂടി, നിന്നെ ഞാൻ ജീവനത്തോടെ വച്ചേക്കില്ല എന്ന് പലപ്പോഴും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ പരാതിയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എൻ്റെ ചെല്ലമോള് അന്യവരടുത്തും പറഞ്ഞിട്ടില്ല അവനെ ദുഷിച്ചോ, അവൻ എന്തെല്ലാം ക്രൂരത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താലും വേറെ ഒരു പുരുഷനോടോ അല്ലെങ്കിൽ വേറെ സ്ത്രീകളോടോ ആരോടും പറഞ്ഞറിഞ്ഞിട്ടില്ല. ഒരു പരാതിയും കൊണ്ട് എൻ്റെ ചെല്ല മക്കൾ വന്നിട്ടില്ല. ഈ 4 പേരെ എൻ്റെ ഇനി ചെറവിൻ്റെ കീഴിൽ വേണം ഞാൻ ഈ 4 മക്കളെ. അന്യവനെ പിടിച്ച് കെട്ടിക്കാറായി വരുന്നു. ഞാൻ അവിടെ നിന്നെടുത്ത് ഞാൻ അന്വേഷിക്കും എൻ്റെ ചിറക്, ഞാൻ മരിക്കുന്നത് വരെ. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പിള്ളേർക്ക് ആരുമില്ല. അവൻ കുത്തിയിട്ട് എന്നെ കുത്താമെന്ന് ഞാൻ വിചാരിച്ചു. ദൈവമേ, അവളെ കൂടെ എനിക്കും പോവാം. എന്നെ കുത്തിയില്ല, ഞാൻ അടുത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ഈ 4 മക്കളെ ഞാൻ എങ്ങനെ മക്കളെ ഞാൻ വളർത്തും? എനിക്ക് സഹിക്കാൻ വയ്യ മക്കളെ. എനിക്ക് ആരും സഹായിക്കാനും ഇല്ല, എനിക്ക് വേറെ വരുമാനവും ഇല്ല. ഞാൻ ഈ കുട്ടികളെ എങ്ങനെ ഈ 4 എണ്ണത്തിനെ സ്കൂളിൽ പഠിപ്പിക്കണം? അവർക്ക് ഡ്രസ്സ് വേണം, അവർക്ക് ആഹാരം വേണം, അവരാഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പണമില്ല, അവർ ചോദിക്കാത്ത സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്കുണ്ട്. ഞാൻ എന്തിനടുത്താണ് ഞാൻ കൊടുക്കുന്നത്? എനിക്ക് ആരുമില്ല. എൻ്റെ വയസ്സായ കാലത്ത് എൻ്റെ മക്കൾ ഈ 4 പേരല്ലാതെ എനിക്ക് ആരും സഹായത്തിന് ആരുമില്ല. എനിക്ക് ജനങ്ങളെ കഴിഞ്ഞ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഉടയ തമ്പുരാൻ മാത്രമാണ് എനിക്കുള്ളത്. കേട്ടല്ലോ ഈ അമ്മ പറയുന്നത്. ശരിക്കും അന്ന് ഈ രേണുകയെ ഈ സാനു കുത്തുന്ന സമയത്ത് അമ്മ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയും കുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായേനെ. അപ്പം ശരിക്കും ഈ അച്ഛനും അമ്മയോട് അത്രയ്ക്ക് സംശയമായിരുന്നു. സംശയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്നാൽ അത് അവരെ സംശയത്തിന് വഴക്കായി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള അവർ പിന്നെ അതെപ്പോഴും ഇല്ല. ഒരു വട്ടം എന്തെങ്കിലും വഴക്കായി എന്ന് വെച്ചാൽ അവർ അപ്പോഴേ തന്നെ അതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഇണക്കവും കാര്യം പറച്ചിലും സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊക്കെയാണ്. ഞാനും അച്ഛനുമായിട്ട് ഉടക്കമായിട്ടുണ്ട് അതിൻ്റെ പേരിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച ഇളക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ വഴക്കിൻ്റെ പേരിൽ. പിന്നെ കുറേ നാൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം കുറേ നാളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും ഇടയ്ക്ക് വെച്ച് ഈ സംഭവങ്ങളൊക്കെ വീണ്ടും പഴയതുപോലെ ഓരോന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ശരിക്കും ജോലി എന്തായിരുന്നു രേണുവയ്ക്ക്? അമ്മ നമ്മുടെ ഇവിടെ കുളത്തപ്പുഴ തേയില കാളക്കാർക്കുള്ള വീടുണ്ട്. നമ്മുടെ കുളത്തപ്പുഴയിലെ ഏറ്റവും വലിയ പണക്കാരാണ് അവർക്കുള്ള വീട്ടിൽ പോയി ജോലി ചെയ്യും. പിന്നെ ജെംസ് ഹോസ്പിറ്റലുണ്ട് ഇവിടെ കൈതക്കാട് പമ്പിൻ്റെ അവിടെ പോയും ജോലികൾ ചെയ്യും. പിന്നെ വേറൊരു അപ്പച്ചൻ്റെ അവിടെ പാചകത്തിൻ്റെ പണിയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു.
ശരിക്കും ഈ അമ്മയാണ് കുടുംബം നോക്കിയിരുന്നത്. ഈ സാനു അമ്മയും അച്ഛനും പണിക്ക് പോകരുത്. പണിക്കൊക്കെ പോകുമായിരുന്നു. അത്ര നല്ല സന്തോഷിച്ച് കഴിയുമ്പോഴും ഈ അമ്മയെ സംശയമാണ്. രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. അതല്ലേ, അതെന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. എന്നാലും ഒന്നും അറിയണമല്ലോ. അതിനെ ഇനി പറഞ്ഞിട്ട് എന്തൊരു കാര്യം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ആര് സഹായിച്ചാലും ഇല്ലേലും ഇപ്പൊ അത് പോയവർ വരും, ഒരിക്കലും വരത്തില്ല. നമ്മൾ പറഞ്ഞാലും ഇല്ലേലും പോയവർ വരത്തില്ല. പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ വേറെ രീതിയിൽ പിന്നെ നമ്മൾ ഇതിൽ വീണ്ടും നമ്മൾ ഇതാവേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരുപാട് ഇതായിട്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും ഒരു വിഷയത്തിന് പോകാൻ വയ്യ. അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. രണ്ടുപേരെ ഭാഗത്തും കുറ്റമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. മക്കളായിട്ടുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരാളെ നല്ലതാക്കാൻ പറ്റത്തില്ല. എന്നാൽ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അതിനുള്ള പ്രായച്ചിത്തമായിട്ട് അവർ രണ്ടുപേരും മരിച്ചു. എവിടെ ഈ കുത്തിയിട്ടത്? ഈ ഭാഗത്തല്ലേ? എടുത്തതും കുത്തിയത് വെത്തായിരുന്നു. കൂടെ തന്നെ കുത്തി ഇങ്ങനെ കൂടെ. പിന്നെ വയറ്റിൻ്റെ അടിഭാഗം കാണുന്ന സ്ഥലത്തിൽ ഇങ്ങനെ ചെറുപറ കുത്തിയിട്ട് എന്നെ കുത്താൻ വന്നു. ഞാനും കണക്കാക്കി അതിനോടൊപ്പം എനിക്ക് പോകാമെന്ന്. എന്നെ കുത്തിയില്ല. അവൻ പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. സംശയരോഗമാണ് ഇതിനെല്ലാത്തിനും കാരണം. സംശയം കൊണ്ടിറങ്ങിയ നാൾ മുതലേ സംശയം തന്നെ. എനിക്കറിഞ്ഞൂടാ എന്ത് കാരണമാണെന്ന്. മക്കളെ എനിക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാത്. ഇവര് തമ്മിലേ ഇയാൾക്ക് സൗന്ദര്യത്തിലുള്ള സംശയം ഉണ്ടായിരുന്നില്ലയോ? സൗന്ദര്യമാണ്. നല്ല സൗന്ദര്യമാണ്. അയാൾക്ക് അവൻ അത്ര ഇല്ല. അവൻ ഇത്തിരി കറുത്തിരിക്കുന്നുണ്ട്. അവന് ഭയങ്കര സൗന്ദര്യമായിരുന്നു. അവൾക്ക് ആ സൗന്ദര്യത്തിന്റെ ഇത് കൊണ്ടായിരിക്കും സംശയം ഉണ്ടായെന്നല്ലേ പറയാൻ പറ്റൂ. അവളൊരു വൃത്തികെട്ട സ്വഭാവത്തിലൊന്നും പോയിട്ടില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും സംശയത്തോട് നോക്കൂല്ലേ? ഒരു കളവനെ കണ്ടാലും അത് അവളെ കാമുകൻ. ജോലിക്ക് പോയാലും അവന് 4 മക്കൾ അവന് ജനിച്ചുണ്ടായതാണ്. വേറ്റിതിരിപ്പായിട്ട് നിന്റെ കുട്ടി അത് വേറെ, നീ ജോലിക്ക് നിന്നവന്റെ കുട്ടിയാണ്. 4 പിള്ളേരെ നല്ല രീതിയിലാണ് പറയുന്നത്. 3 മക്കള് അവൻ്റെതാണ്, ഇത് കണ്ടവൻ്റെ ആണ്. അയ്യോ എൻ്റെ കുട്ടി അനുഭവിച്ച് വയ്യ മക്കളെ. അവസാനം ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയും ചെയ്ത് എൻ്റെ കണ്ണു ഞാൻ എൻ്റെ ആത്മാവ് പതറിപ്പോയി. അവളെ പോലെ വെളുത്തിരിക്കുന്നു 3ാമത്തെ കുട്ടി. അത് അവൻ്റെതല്ലെന്നാണ് അവൻ്റെ സംശയം. എന്നിട്ടും 2 കൈയെടുത്ത് തൊഴുത് പറയാണ്, നിങ്ങൾ അങ്ങനെ സംശയിക്കരുത്, നമുക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിങ്ങളോടെ ഇരുന്ന് എനിക്ക് 4 മക്കൾ, 2 പെണ്ണും 2 ആണും കിട്ടിയിട്ടുള്ള. ഇളയല്ല, ആ കൊച്ചിന് 3ാമത്തെ കുട്ടിയെ, ആൺകുട്ടിയെ, വെളുത്ത കൊച്ചി. അവളെ പോലെ വെളുത്തിരിക്കുന്നു. ഇയാൾക്ക് അതായിരിക്കും, അല്ലാതെ ഞാൻ എന്താ പറയാനാ. അല്ലാതെ ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് എപ്പോഴും നീ അവൻ്റെ കൂടെ പോയില്ലേ മറ്റേ. ഞാൻ അവരെ കൂടെ താമസിക്കുമായിരുന്നു കുറേ കാലം. എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ മക്കളെയൊക്കെ അവൾ പ്രസവിച്ച് എൻ്റെ തന്നെ തന്നിട്ടുള്ളതും ഞാൻ തന്നെ ഈ 4 മക്കളെ വളർത്തിയിട്ടുള്ളതും. പോച്ചേർത്ത് കൊടുത്തും വിറവിറ്റും. 4 പേരിൽ എന്നെയായിരുന്നു ഭയങ്കര ഇഷ്ടം. അങ്ങനെയല്ല, 4 പേരെ ഇഷ്ടമാണ്. പക്ഷെ എല്ലാരെക്കാട്ടിലും ഇളയതായോണ്ട് ഒരു ഇഷ്ടം കൂടുതൽ, അത്രേ ഉള്ളൂ. ദേഷ്യം കാണിക്കാനൊന്നും പറ്റത്തില്ല. അച്ഛനല്ലേ, ദേഷ്യം ഉണ്ടോയെന്ന് വെച്ചാൽ ദേഷ്യമുണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അച്ഛനും അമ്മയും അവർ 2 പേരൊക്കെ ഉണ്ടാക്കി. ഇപ്പം അമ്മ മരിച്ച് അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കുറ്റം പറയാം. ഇപ്പം 2 പേരും പോയല്ലോ, അപ്പോൾ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. അവർ 2 പേരും വഴക്കായി. അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റിയില്ല, ഒരുമിച്ച് മരിച്ച്. അത്രേ ഉള്ളൂ. അത്രയായിട്ടേ കണ്ടിട്ടുള്ളൂ. ദേഷ്യമായിട്ടൊന്നും ഒരുമിച്ച് മരിക്കുകയും ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ ജീവിച്ചിരിക്കുക, അമ്മ മരിക്കുകയാണെങ്കിൽ നമുക്ക് അച്ഛനെ കുറ്റം പറയാം. ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. യഥാർത്ഥത്തിൽ 2 പേരുടെ തെറ്റുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ചില മൊബൈലിൽ വരുന്ന മെസ്സേജുകളൊന്നും അച്ഛനെ കാണിക്കുന്നില്ല അല്ലേ? മെസ്സേജ് കാണിക്കുന്നില്ലെന്നല്ല, അതപ്പോൾ അച്ഛനായാലും കാണിക്കൂല, അമ്മയിലും കാണിക്കൂല. ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയല്ലേ, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. എൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജ് തന്നെ കാണിക്കേണ്ട കാര്യം. എന്നാലും ഭാര്യ ഭർത്താവുമ്പോൾ ഒരു രഹസ്യം പാടില്ലല്ലോ. അവര് എന്തോ അങ്ങനെയൊക്കെ
അമ്മ കാണിക്കത്തില്ല ഇതാണ്. അമ്മയും കാണിക്കില്ല, അച്ഛനും കാണിക്കില്ല. അപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വഴക്കിനുള്ള ഒരു ഇടയാവുന്നു. അതുകൊണ്ട് പിന്നെ അതാ ഞാൻ പറഞ്ഞു, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ആരെങ്കിലും ഒരാൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നും പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ഒരാളെ ന്യായീകരിക്കാനെങ്കിലും പറയാമെന്നുണ്ട്. ഇതിപ്പോൾ രണ്ടുപേരെയും ന്യായീകരിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരെ മൊബൈലാണ് ഇവിടുത്തെ വിഷയം. മൊബൈലുണ്ട്, അതാണ് എല്ലാ വീട്ടിലും. ഇവിടെ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും കൊലപാതകമായാലും എന്തായാലും നടക്കാൻ കാരണങ്ങളായ തന്നെ. ഇവിടെയും ഒരു മൊബൈലാണ് ഒരു വില്ലൻ അല്ലേ? പിന്നെ എല്ലായിടത്തും അതാ, ഈ മൊബൈൽ ഇറങ്ങി ഓരോ തോന്നിയാസങ്ങളും അതും ഇതൊക്കെ ആയാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ആവശ്യമില്ലാത്ത കോളും ആവശ്യമില്ലാത്ത ചാറ്റും ആവശ്യമില്ലാത്ത, അതിപ്പോൾ ഞാനായാലും, ഞാനിപ്പോൾ ഒരു കുടുംബമായത്, ഞാനായാലും ആരായാലും മൊബൈലിൻ്റെ പേരിലെ ഒരു കുടുംബത്തിൽ വിഷയങ്ങൾ വരുന്നുള്ളൂ. അനിയൻ വിളിച്ച് പറഞ്ഞ് അച്ഛൻ അമ്മേനെ കുത്തിയിട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ നേരെ പണി സൈറ്റിൽ നിന്ന് ഞാൻ തെങ്ങ് മുറിച്ചോണ്ടിരിക്കുമായിരുന്നു. അതും കളഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഓടി നേരെ പുനലൂർ, അല്ല ഇവിടെ ഗവൺമെൻറ് ആശുപത്രി വന്നു. അവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. അവിടുന്ന് കൊണ്ടുപോയി. എന്നാ വെച്ചാൽ ഞാൻ വരാൻ താമസിച്ചു. അവിടുന്ന് എന്തായാലും ഒരു കാര്യം പറഞ്ഞു, രണ്ടുപേരും എന്താ പറയുന്നത്, രണ്ടുപേരും തെറ്റുകാരാ, അത് മാത്രമേ പറയാവൂ അല്ലേ? അത്രേ പറയാൻ പറ്റൂ. രണ്ടുപേരെ ഭാഗത്തും തെറ്റേ പറയാൻ പറ്റൂ.